കേരളയിൽ VC നിയമന നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. സെനറ്റ് പ്രതിനിധിയെ സർക്കാർ കൊടുക്കും. കാലിക്കറ്റ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ ഇന്ന് തന്നെ നൽകും. രാജ്ഭവൻ നിയമിച്ച VC-മാരുമായി സർക്കാർ സഹകരിക്കും. ഫസ്റ്റ് ഓൺ മീഡിയ. വിജിൻ വായാന്തോടുണ്ട്. വിജിൻ, എന്തായാലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു സമവായം മഞ്ഞുരുകൽ അത് മറ്റ് സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിനു കൂടി വഴി തുറക്കുകയാണോ? ദിവ്യ, തീർച്ചയായും. അതായത് ഗവർണർ സർക്കാർ തീരുമാനം നയപരമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ മാറ്റപ്പെടുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ സമവായം ആ രീതിയിലേക്ക് പോകുന്നു. ഇന്നലെ സിസ തോമസ്, KTUയുടെ വൈസ് ചാൻസലറായി നിയമിതയായ സിസ തോമസ്, അവർ ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ വിഷയങ്ങൾ ഒക്കെ സംസാരിക്കുകയും സർവകലാശാലയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരുമിച്ച് പോകാമെന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമവായത്തിന്റെ ഭാഗമായി മറ്റ് സർവകലാശാലകളിലേക്ക് കൂടി VC-മാരെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഇന്നൊരു പക്ഷേ മോഹനൻ കുന്നുമ്മൽ തൃശൂരിൽ മന്ത്രി ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്നത് സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന വൈസ് ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഒരു അനുനയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾക്ക് സ്ഥിരം VC-യെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനം വലിയ വിവാദമായതാണ്. നേരത്തെ കൊടുത്ത സെർച്ച് കമ്മിറ്റി അംഗം സാബു പിന്മാറുകയും ഒപ്പം തന്നെ ഹൈക്കോടതി അതിൽ ഇടപെടുകയും വീണ്ടും സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചേരുന്ന സെനറ്റ് യോഗം അതിൽ തീരുമാനമെടുക്കും. ഒപ്പം തന്നെ ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അയാളുടെ കൂടി അനുമതിയോടുകൂടി വേണം ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ നിയമിക്കാൻ. നേരത്തെ സാബു തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചത് തന്റെ അനുമതി വാങ്ങാതെയാണ് എന്നുള്ള കാരണം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലെറ്റർ കൂടി എഴുതി വാങ്ങി വേണം സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ എന്നുള്ള നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇന്ന് പ്രതിനിധിയെ നൽകും. ഒപ്പം തന്നെ മറ്റ് സർവകലാശാലകളും ഈ VC നിയമനം, സ്ഥിരം VC നിയമനവുമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും VC-മാർ സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നുള്ള ഉറപ്പാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ സിസ തോമസ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷവുമായൊക്കെ ഉടക്കി നിൽക്കുന്ന കേരള VC മോഹനൻ കുന്നുമ്മൽ എത്രയും പെട്ടെന്ന് തന്നെ മന്ത്രിയെ കാണാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ കരുതുന്നത്. പക്ഷേ അതിലൊരു പ്രതിസന്ധി ഉള്ളത്, സർക്കാരിന് മേലുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്, സെർച്ച് കമ്മിറ്റിയിലേക്ക് UGC പ്രതിനിധിയും ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധിയും മറ്റൊരു സർക്കാരിന്റെ പ്രതിനിധിയായ സെനറ്റ് പ്രതിനിധിയുമാണ് ഉണ്ടാവുക. അതിൽ UGC-യുടെയും ഗവർണറുടെയും പ്രതിനിധിമാർ അത് സ്വാഭാവികമായും ഗവർണറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. അപ്പോൾ സർക്കാരിന് ഒരംഗം മാത്രമാണ് ഉണ്ടാവുക. സ്വാഭാവികമായും അതിൽ പരിഗണന ലഭിക്കുക UGC-യുടെയും ഗവർണറുടെയും പ്രതിനിധികൾക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ നിയമിക്കണമെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയിലേക്ക് സർക്കാരും ലോക്ഭവനും പോകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രധാനമായും അറിയേണ്ടത്. അങ്ങനെ ഒരു സമവായത്തിലാണോ മുഖ്യമന്ത്രിയും ഗവർണറും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതും അറിയാനുണ്ട്. എന്തായാലും നിലവിൽ വീതം വെപ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള വീതം വെപ്പ് മറ്റ് സർവകലാശാലകളിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.